ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ മനോഹരമായ ഒരു കമ്മൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പോലെ ഈ കമ്മൽ ഇത് വലിയൊരു സ്റ്റഡാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നോക്കിയാലോ ഈ കമ്മൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ ഒരു കമ്മൽ ഉണ്ടാക്കാനായിട്ട് കണ്ടോ, 2 തരം ബീഡ്സാണ് നമ്മൾ മാലയിൽ ഉപയോഗിച്ച പോലെ തന്നെ 2 തരം ബീഡ്സാണ് വേണ്ടത്. പേൾ ബീഡ്സും ഗ്ലാസ് ബീഡ്സും. പിന്നെ ഇത് ഈ ബീഡ് കോർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു കമ്മൽ ഉണ്ടാക്കാനായിട്ടുള്ള ഇങ്ങനത്തെ ഒരു ബേസ് ആണ്. ഇത് കടകളിൽ ചോദിച്ചാൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന മാലയും കമ്മൽ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് വേണം. എല്ലാ കമ്മലുണ്ടാക്കാനും ഇങ്ങനത്തെ ബേസ് വേണം നമുക്ക്. പിന്നെ ഈ ബീഡൊക്കെ കോർത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ സെയിം കളറിലുള്ള പേപ്പറാണ്. അത് ഇത്തിരി വലിയ സർക്കിളും ചെറിയ സർക്കിളായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബീഡ്സ് കോർക്കാനായിട്ടുള്ള സൂചിയും നൂലും. അത് ഇപ്പോൾ ഡാർക്ക് ബ്രൗൺ കളറായതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കളറ് ത്രെഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കമ്മൽ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ പേൾ ബീഡ്സ് ഒരെണ്ണം കോർക്കണം. ഇത് നമ്മൾ ഈ എൻഡ് വന്നു കഴിയുമ്പോൾ ഇതിവിടെ കെട്ടിടണം. ഡബിൾ നോട്ട് ഇട്ടുണ്ട് അഴിഞ്ഞു പോവാതിരിക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കൂടി ഈ സൂചി കോർത്തിട്ട് ഒന്നുകൂടി ഡബിൾ നോട്ട് ഇട്ടു. ഇനി നമുക്ക് ഈ എൻഡ് വെട്ടിക്കളയാം. അപ്പം അങ്ങനെ ഒരു ബീഡ് നമ്മളിവിടെ ഫിക്സ് ചെയ്തു. ഇനി നമ്മൾ വീണ്ടും ഈ ഹോളിൽ കൂടെ ഒന്നും കൂടി ഈ നൂലൊന്ന് കോർക്കണം. കോർത്തിട്ട് നമുക്കിനി 3 ബീഡ് കോർക്കാം. കണ്ടോ, 3 ബീഡ് കോർത്തിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഹോളിൽ കൂടെ നമ്മൾ വീണ്ടും കോർക്കും. അപ്പം ഇങ്ങനെ ഒരു ഡിസൈൻ കിട്ടി. ഇനി നമുക്ക് ഈ ഗ്ലാസ് ബീഡ്സ് ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇടയ്ക്ക് ഗ്ലാസ് ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം അത് 2 എണ്ണത്തിൻ്റെ ഇടയ്ക്ക് വെച്ചു കൊടുത്തു. മൂന്നാമത്തേൻ്റെ ഇടയ്ക്ക് കണ്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ ഇടയ്ക്ക് ഈ ബീഡ് വെച്ച് കൊടുത്തു. ഇനി നമുക്കിതൊന്നും കൂടി കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് കൊടുക്കാം.
കണ്ടോ? അപ്പോൾ നമ്മളത് ഒരു വട്ടം കൂടി നമ്മളിത് കോർത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഒരു ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ നടുക്കുള്ള ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൽ ഒരു ഗ്ലാസ് ബീഡ് വെച്ച് കൊടുക്കാൻ പോവാം. അപ്പോൾ കണ്ടോ, ഇവിടെയല്ലേ ഇത് നമ്മൾ നൂലെടുത്തേക്കുന്നേ. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ നടുക്കും നമ്മൾ ഗ്ലാസ് ബീഡ് വെച്ചു. ഇനി ഇതൊന്നും കൂടി ഒന്ന് 2-3 ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കോർക്കണം, അല്ലെങ്കിൽ ഇത് ലൂസായി പോവും. അതാണ് ഓക്കെ. അപ്പം ഇത്രയായി കമ്മൽ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഓരോരോ ഗ്യാപ്പിൽ നമുക്ക് ഇനി വീണ്ടും ബീഡ്സ് വെച്ച് കൊടുക്കണം. അപ്പം അത് വീണ്ടും നമ്മൾ ഓരോരോ ഗ്ലാസ് ബീഡ്സ് വെച്ച് കൊടുക്കാൻ പോകും. കണ്ടോ? ഇവിടെയാണെങ്കിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കും. ഇനി ഇവിടെ വീണ്ടും ഒരു ഗ്ലാസ് ബീഡ്. ഇതുപോലെ നമ്മൾ ഈ എല്ലാ ഗ്യാപ്പിലും വെച്ച് കൊടുക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടോ, ഇങ്ങനെ ഈ 2 ബീഡ്സിൻ്റെ ഇടയ്ക്ക് 3 പേൾസ് നമ്മൾ വെച്ച് കൊടുക്കും. അങ്ങനെ ഈ 2 ബീഡ്സിൻ്റെ ഇടയ്ക്ക് അങ്ങനെ 3 പേൾസ് വെച്ച് കൊടുക്കാൻ പോകണം നമ്മൾ. കണ്ടോ? ഇതാ ഇവിടെ വെച്ചു. ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കാണല്ലോ, അതിങ്ങനെ വരുന്ന കണ്ടോ ഷേപ്പായിട്ട്. ഇപ്പോൾ ഒരു ഓവൽ ഷേപ്പായിട്ടുണ്ട് ഏകദേശം. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒന്നും കൂടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം ഒന്ന് കോർത്തെടുക്കണം, പിന്നീട് ഇത് ലൂസായി പോവാതിരിക്കാൻ. അപ്പം ഞാൻ ഒന്നും കൂടി കോർത്തിട്ട് കാണിക്കാം. അപ്പം ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതാ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്ര എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിർത്താട്ടോ, ഇത്രയും വലുപ്പം മതിയെന്നുണ്ടെങ്കിൽ. എനിക്ക് പിന്നെ ഇത്തിരി വലിയ ഇതാണ്, സ്റ്റഡുകളാണ് ഇഷ്ടം ഇതുപോലെ, പ്രത്യേകിച്ച് സാരി കൊടുക്കുമ്പോൾ മാലയുടെ ഒപ്പം ഇടാനായിട്ട്. അതുകൊണ്ടാണ് അപ്പം ഞാൻ വീണ്ടും ഇനി ഇതിൻ്റെ ഒരു ഔട്ടർ ലെയർ കൂടി ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ബീഡിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീണ്ടും ഓരോ പേൾ വെച്ച് കൊടുക്കാൻ പോകണം. കണ്ടോ? ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കാൻ പോകും. കണ്ടോ? ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഓരോരോ ബീഡ് ഇതിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മളിതിങ്ങനെ ചുറ്റും വെക്കാൻ പോകണം ഈ ബീഡ്സ്. അപ്പോൾ ഫ്രണ്ട്സ് നോക്ക്, നമ്മൾ ഇത് ഇത്രയും ഷേപ്പിലായിട്ടുണ്ട് ഈ പുറത്ത് ഓരോരോ ബീഡ്സ് വെച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഈ സൈസിൽ നിർത്തേണ്ടവർക്ക് ഇവിടെ നിർത്താം. ഇനി ഞാൻ ഈ ഓരോ ഗ്യാപ്പ് കാണുന്നില്ല, ചെറിയ ഗ്യാപ്പിൽ അവിടെ ഫുൾ ഓരോ ബീഡ്സും കൂടി വെച്ച് കൊടുക്കാൻ പോകണം. അപ്പോഴാണ് ഇതുപോലത്തെ ഷേപ്പ് ആവുന്നത്.
കണ്ടോ? ഇതിങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വളഞ്ഞു വരും. അപ്പം ഞാനിതൊരു കുറച്ചും കൂടി ഇതുപോലെ ഞാൻ ഫിക്സ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ അതാ നമ്മൾ ഏകദേശം ഈ ബീഡ് വെച്ച് തീരാറായി. കണ്ടോ? ആ ഷേപ്പ് വന്നുണ്ടോ? ആ ചുറ്റും ഔട്ടർ ലൈൻ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു വന്നു. ഇനി നമുക്കൊരു പണിയും കൂടി ഉണ്ട്. ഇത് ഫുൾ ഈ ഔട്ടർ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കൂടി നമ്മൾ കോർത്ത് കൊണ്ടുവരും. അപ്പോഴാണ് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഈ സ്റ്റഡിൻ്റെ ഫ്രെയിം. അപ്പം ഞാൻ ഒന്നും കൂടി ഈ ഔട്ടർ ലൈൻ എല്ലാം കോർത്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് ഇനി അവസാനം ഇതെല്ലാം കോർത്ത് കഴിഞ്ഞല്ലോ. ഈ അവസാനം നമ്മൾ ഈ ഔട്ടർ ഇത് ലൈനിൽ നിന്ന് നമ്മൾ ഈ ഉള്ളിലത്തെ ബീഡിലേക്ക് ഒന്ന് കോർത്തിട്ട് എടുത്തിട്ട് പിന്നെ നമ്മളിതാ ഇങ്ങനെ ഇതൊന്ന് നോട്ട് എടുത്ത് കൊടുത്താൽ മതി. ഒരു ഡബിൾ നോട്ടും രണ്ട് പ്രാവശ്യം ഡബിൾ നോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിതോടെ ഈ നൂല് വെട്ടി കൊടുക്കാം. അപ്പോൾ കണ്ടോ? അപ്പോൾ നമ്മുടെ ഈ കമ്മലിൻ്റെ ഫ്രെയിമായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ ബാക്കിലായിട്ട് നമ്മൾ ഈ പേപ്പർ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം അതിന് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഫാബ്രിക് ഗ്ലൂ ആണ്. അപ്പം നന്നായിട്ടൊന്ന് ഫാബ്രിക് ഗ്ലൂ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്കിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല കട്ടിയുള്ള പേപ്പർ ആണെങ്കിൽ ഒരു പേപ്പർ മതി. അപ്പം ഇതിപ്പോൾ സാധാരണ നമ്മുടെ ഈ കളർ പേപ്പർ വാങ്ങാൻ കിട്ടില്ലേ, ആ ടൈപ്പ് പേപ്പർ ആയതുകൊണ്ട് ഞാൻ ഒരു പേപ്പറും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലിത്തിരി ഇത് വലിപ്പം കൂടുതലാണ്. അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ ആ വലിപ്പം ഇത്തിരി കുറയ്ക്കുന്നതാണ്. നമ്മളിതാ ഇതും ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ കൊടുത്ത് ഇതും ഒട്ടിക്കും. അടുത്തതായിട്ട് നമുക്ക് ഈ രണ്ട് ചെറിയ സർക്കിളും കൂടി ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് ആദ്യം തന്നെ നമുക്ക് ഈ രണ്ട് പേപ്പറുകളും തമ്മിൽ ഒട്ടിക്കാം. അപ്പോൾ ആദ്യത്തെ സർക്കിൾ ഞാൻ മറ്റേ സർക്കിളിലോട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇതുമേ നമ്മൾ നന്നായിട്ട് ഈ ഗ്ലൂ തേച്ചിട്ട് നമ്മുടെ ഈ കമ്മലിൻ്റെ ഈ ബേസ് ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ ഈ സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി ഇനി നമ്മൾ ഇതുമേ ഫാബ്രിക് ഗ്ലൂ തേച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ ഈ കയറ്റിയ ഈ ഭാഗം ഇതാ ഇതുമേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതാക്കണ്ടോ, നമ്മുടെ കമ്മൽ റെഡിയായി. കണ്ടോ? ഇനി ഇതിൻ്റെ ഈ അടിഭാഗം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കമ്മൽ റെഡിയായി.